ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയായ NCRBയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ വാഹനാപകടത്തിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാമതാണ്. കേരളത്തിൽ 2023 മാത്രം 48,141 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ 1ഉം 2ഉം സ്ഥാനം തമിഴ്നാടിനും മഹാരാഷ്ട്രയ്ക്കുമാണ്. ഇത്തരം അപകടങ്ങളിൽ 2023 4080 മരണങ്ങളും 2024 3714 മരണങ്ങളുമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇത്തരം വിവരങ്ങൾ സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയായ SCRBയിലും ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയായ NCRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ലഭ്യമാണ്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അമിത വേഗത, അശ്രദ്ധമായ ഡ്രൈവിംഗ്, മൊബൈൽ ഫോണിൽ സംസാരിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുമുള്ള ഡ്രൈവിംഗ്, രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. ട്രാഫിക് നിയമങ്ങളുടെ ലംഘനവും കോവിഡ് കഴിഞ്ഞുള്ള വാഹനങ്ങളുടെ ക്രമാതീതമായ പെരുപ്പവും മറ്റു കാരണങ്ങളാണ്. മലയാളി വിഷൻസ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്ന വിഷയം: ഒരു വാഹന അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഏതൊക്കെയാണ് വിവിധ തരം വാഹന ഇൻഷുറൻസുകൾ? നഷ്ടപരിഹാരം കിട്ടാനായി ഏതൊക്കെ രേഖകൾ വേണം? ഏത് കോടതിയാണ് സമീപിക്കേണ്ടത്? ഒരു നഷ്ടപരിഹാര കേസ് തീർപ്പാക്കാൻ എത്ര നാൾ എടുക്കും? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി, ഒരു വാഹനാപകടം സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ വാഹനവും അപകടത്തിൽപ്പെട്ട മറ്റ് വാഹനങ്ങളും റോഡിൻ്റെ നടുവിൽ നിന്നോ അപകടകരമായ സ്ഥാനത്ത് നിന്നോ മാറ്റാൻ സാധിക്കുമെങ്കിൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാം. അതിന് സാധിക്കില്ലെങ്കിൽ വാഹനങ്ങളുടെ ഹസാർഡ് ലൈറ്റുകൾ ഇടുകയോ റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾസ് റോഡിൽ വയ്ക്കുകയോ ചെയ്യാം. വാഹനത്തിൻ്റെ എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയും വേണം. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം. ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെങ്കിൽ 108 വിളിച്ച് ആംബുലൻസ് സഹായം തേടണം. ഫസ്റ്റ് എയ്ഡ് അറിയാമെങ്കിൽ അതിനു മുമ്പ് പരിക്കേറ്റവരെ സഹായിക്കുകയും വേണം. ഗുരുതരമായ അപകടമാവുകയും കൂടുതൽ ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തെങ്കിൽ ഉടനടി പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കണം. അതിനെ തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും അപകട വിവരങ്ങൾ രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ഡ്രൈവർമാർ പരസ്പരം ഫോൺ നമ്പർ, വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇൻഷുറൻസ് വിവരങ്ങൾ എന്നിവ കൈമാറണം. പരസ്പരം കുറ്റപ്പെടുത്തുകയും കയ്യാങ്കളിക്ക് മുതിരാതെ ഇത്തരം സാഹചര്യം പക്വതയോടെ കൈകാര്യം ചെയ്യണം. സാക്ഷികളുണ്ടെങ്കിൽ അവരുടെ പേരും കോൺടാക്റ്റ് നമ്പരും മറ്റും അറിഞ്ഞു വയ്ക്കണം. കഴിയുമെങ്കിൽ അപകടം നടന്ന സ്ഥലത്തിൻ്റെയും വാഹനങ്ങളുടെയും ഫോട്ടോ എടുത്തു വയ്ക്കണം. വാഹനങ്ങളുടെ സ്ഥാനം, റോഡിൻ്റെ അവസ്ഥ, പരിസരം എന്നിവ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പിന്നീട് ഉപകാരപ്രദമാകും. പോലീസ് എത്തുന്നതിന് മുമ്പ് വാഹനങ്ങൾ മാറ്റേണ്ടി വന്നാൽ ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഉള്ള വാഹനങ്ങളുടെ യഥാർത്ഥ സ്ഥാനം രേഖപ്പെടുത്തുകയും പോലീസിനെ അറിയിക്കുകയും വേണം. അപകടം സംഭവിച്ച ഉടൻ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനിയെ വിവരം അറിയിക്കുകയും നഷ്ടപരിഹാരം കിട്ടാനുള്ള നടപടിക്രമങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. ഒരു അപകടം സംഭവിച്ചാൽ ശാന്തതയും വിവേകവുമാണ് പ്രധാനമെന്ന് ഓർക്കുക. ഇനി നിലവിലുള്ള വാഹന ഇൻഷുറൻസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. ഇത് നിയമപരമായി നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ് ആണ്. നിങ്ങളുടെ വാഹനം മൂലം മറ്റൊരാൾക്കുണ്ടാകുന്ന പരിക്ക്, മരണം എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരം ഈ പോളിസി വഴി ലഭ്യമാകും. നിങ്ങളുടെ വാഹനത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഈ പോളിസിയിൽ ഉൾപ്പെടുന്നില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങളുടെ വാഹനം കാരണം മറ്റൊരാൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും പരിക്കുകൾക്കും നഷ്ടപരിഹാരം നൽകുക എന്നതാണ്. നിങ്ങൾക്ക് നേരിട്ടും നിങ്ങളുടെ വാഹനത്തിനുണ്ടാകുന്ന കേടുപാടുകൾക്കും ഈ പോളിസിയിൽ നിന്നും നഷ്ടപരിഹാരം ലഭിക്കില്ല. അതേസമയം നിങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന മറ്റ് വ്യക്തികൾക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് വഴി നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിയമപരമായി നിങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരെ തേർഡ് പാർട്ടിയായി കണക്കാക്കും. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ പോലുള്ള ആഡ് ഓൺ കവറുകൾ നിങ്ങളുടെ അപകട പരിരക്ഷയ്ക്ക് ഉപകരിക്കും. ഇത് പലപ്പോഴും തേർഡ് പാർട്ടി പോളിസിയുടെ ഭാഗമായാണ് നൽകുന്നത്. ഇതിൻ്റെ പ്രീമിയം കുറച്ച് കൂടുതലായിരിക്കുകയും ചെയ്യും. അടുത്തത് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണ്. നിങ്ങളുടെ വാഹനം മൂലം മറ്റൊരാൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും ഈ പോളിസി പരിരക്ഷ നൽകും. താരതമ്യേന ഉയർന്ന പ്രീമിയമുള്ള പോളിസിയാണിത്. നിങ്ങളുടെ വാഹനത്തിൻ്റെ റിപ്പയർ, റീപ്ലേസ്മെൻറ്റ് ചാർജസ് തുടങ്ങിയവ ഈ പോളിസി കവർ ചെയ്യും. എന്നാൽ വാഹനത്തിൻ്റെ ഡിപ്രിസിയേഷൻ, ഡിഡക്റ്റബിൾ, വെയർ ആൻഡ് ടയർ തുടങ്ങിയ ചില കട്ടിംഗ് റൂൾസ് ഉണ്ടായിരിക്കും. സീറോ ഡിപ്രിസിയേഷൻ കവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ റിപ്പയർ എക്സ്പെൻസ് കിട്ടും. പുതിയ പോളിസികൾ എടുക്കുമ്പോഴും റിന്യൂവൽ ചെയ്യുമ്പോഴും പേഴ്സണൽ ആക്സിഡൻറ്റ് കവർ, പാസഞ്ചർ കവർ തുടങ്ങിയ കവറേജുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ഓരോ പോളിസിയുടെയും നിബന്ധനകളും വ്യവസ്ഥകളും വ്യത്യസ്തമായിരിക്കും. ഈ ഇൻഷുറൻസുകൾക്ക് പുറമേ വാഹനം ഉടമകൾക്ക് അവരുടെ ആവശ്യാനുസരണം കൂടുതൽ പരിരക്ഷ ലഭിക്കുന്നതിനായി
വിവിധ ആഡ് ഓൺ കവേഴ്സ് തിരഞ്ഞെടുക്കാനും സാധിക്കും. ഉദാഹരണമായി സീറോ ഡിപ്രിസിയേഷൻ കണക്കാക്കി വെയർ ആൻഡ് ടയർ കണക്കാക്കാതെ മുഴുവൻ തുകയും ക്ലെയിം ചെയ്യാൻ ഇത്തരം ആഡ് ഓൺ കവറുകൾ സഹായിക്കും. എന്നാൽ ഇതിൻ്റെ പ്രീമിയം അതനുസരിച്ച് ഉയർന്നതുമായിരിക്കും. റോഡ് സൈഡ് അസിസ്റ്റൻസ്, എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്നിവയും ഇതിൽ ആഡ് ചെയ്യാം. ഇനി വാഹനത്തിന് സംഭവിച്ച കേടുപാടുകൾക്ക് നഷ്ടപരിഹാരം കിട്ടാനായി നൽകേണ്ട രേഖകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ക്ലെയിം ഫോം പൂർണ്ണമായും കൃത്യതയോടെ പൂരിപ്പിച്ച് നൽകണം. ഇൻഷുറൻസ് പോളിസിയുടെ കോപ്പി, RC ബുക്കിൻ്റെ കോപ്പി, വാഹനം ഓടിച്ച വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി, FIRൻ്റെ പകർപ്പ് അഥവാ സർട്ടിഫൈഡ് കോപ്പി, അപകടം നടന്ന സ്ഥലത്തിൻ്റെയും കേടുപാട് സംഭവിച്ച വാഹനത്തിൻ്റെയും ഫോട്ടോകൾ, വാഹനത്തിൻ്റെ റിപ്പയർ സംബന്ധിച്ച എസ്റ്റിമേറ്റ്, അപ്രോക്സിമേറ്റ് എക്സ്പെൻസസ്, റിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒറിജിനൽ ബില്ലുകൾ എന്നിവയും നൽകണം. ഇൻഷുറൻസ് കമ്പനിയുടെ സർവേയർ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ട്, പോളിസി ഉടമയുടെ ID പ്രൂഫിൻ്റെ കോപ്പി, ക്ലെയിം എമൗണ്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി. അതേസമയം ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ ആണെങ്കിൽ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ് എന്നിവയുടെ കോപ്പിയും ആവശ്യമാണ്. ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ ഏതൊക്കെയെന്ന് നോക്കാം. പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രധാനമായി ലഭിക്കേണ്ട രേഖ FIR അഥവാ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഇത് അപകടത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനും മറ്റ് നിയമ നടപടികൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ്. ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും കോടതി നടപടികൾക്കും FIRൻ്റെ സർട്ടിഫൈഡ് കോപ്പിയാണ് വേണ്ടത്. ഡ്രൈവർക്കെതിരെയുള്ള ചാർജ് ഷീറ്റ്, മരണം സംഭവിച്ചാൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തുടങ്ങിയവയും കേസിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണ്ടി വന്നേക്കാം. കൂടാതെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വാഹനം പരിശോധിച്ചതിന് ശേഷം നൽകുന്ന വെഹിക്കിൾ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും പ്രധാനമാണ്. ഇനി ഒരു വാഹനാപകടത്തിൽ പരിക്കോ മരണമോ സംഭവിച്ചാൽ നഷ്ടപരിഹാരത്തിനായി ഏത് കോടതിയാണ് സമീപിക്കേണ്ടതെന്ന് നോക്കാം. മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ അഥവാ MACT എന്ന് പൊതുവെ അറിയപ്പെടുന്ന കോടതികളിലാണ് നഷ്ടപരിഹാരത്തിനായുള്ള പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരമാണ് ഈ കോടതികൾ സ്ഥാപിതമായത്. അതിനു മുമ്പ് സിവിൽ കോടതികളാണ് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇനി MACT കോടതികളുടെ ജൂറിസ്ഡിക്ഷൻ അഥവാ അധികാര പരിധി എങ്ങനെയെന്ന് നോക്കാം. ഒരു അപകടം നടന്ന സ്ഥലത്തെ MACTക്ക് ക്ലെയിം കേസ് പരിഗണിക്കാനുള്ള അധികാരമുണ്ട്. ക്ലെയിം ചെയ്യുന്ന വ്യക്തി താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ സ്ഥലത്തെ MACTക്കും കേസ് പരിഗണിക്കാവുന്നതാണ്. എതിർകക്ഷി താമസിക്കുന്ന സ്ഥലത്തെ MACTക്കും ഈ കേസുകൾ പരിഗണിക്കാം. 2023 ഒരു സുപ്രീം കോടതി വിധി പ്രകാരം ക്ലെയിം ചെയ്യുന്ന വ്യക്തിക്ക് താൻ താമസിക്കുന്ന സ്ഥലത്തെ MACTയിൽ ക്ലെയിം കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി ഒരു ക്ലെയിം കേസിൻ്റെ അന്തിമ വിധി അഥവാ അവാർഡ് കിട്ടാൻ ഏകദേശം എത്ര സമയമെടുക്കുമെന്ന് നോക്കാം. ഒരു MACTയുടെ അന്തിമ വിധിയെ അവാർഡ് എന്നാണ് സാധാരണ പറയുന്നത്. ഈ അവാർഡിൽ ക്ലെയിമുകൾ തീർപ്പാക്കാൻ ആവശ്യമായ നഷ്ടപരിഹാര തുക, പലിശ നിരക്ക്, തുക അടയ്ക്കേണ്ട രീതി തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. ഈ അവാർഡിനെതിരെ ചില മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും പ്രകാരം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ പോകാവുന്നതാണ്. ഒരു നഷ്ടപരിഹാര കേസ് തീർപ്പാക്കാൻ എടുക്കേണ്ട സമയം പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. കേസ് എത്രത്തോളം സങ്കീർണമാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു നഷ്ടപരിഹാര കേസ് തീർപ്പാകുന്നത്. ഒന്നിലധികം എതിർകക്ഷികൾ ഉൾപ്പെടുന്ന കേസുകൾ, ഗുരുതരമായ പരിക്കുകളുള്ള കേസുകൾ, അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ച തർക്കങ്ങൾ തുടങ്ങിയവയൊക്കെ കേസ് തീർപ്പാക്കുന്നതിലെ തടസ്സങ്ങളാണ്. കോടതികളുടെ തിരക്ക്, ജഡ്ജിമാരുടെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങളും കേസുകൾ തീർപ്പാക്കാൻ കാലതാമസം ഉണ്ടാക്കിയേക്കാം. ഇൻഷുറൻസ് കമ്പനികൾ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുന്നതും കേസ് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതുമൊക്കെ മറ്റു കാരണങ്ങളാണ്. എന്നാൽ കോടതിക്ക് പുറത്ത് കേസ് സെറ്റിൽ ചെയ്യാൻ ഇരുകക്ഷികളും സമ്മതിച്ചാൽ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ ഒരു ക്ലെയിം കേസ് തീർപ്പാക്കാൻ മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ എടുത്തേക്കാം. അതേസമയം കേസിൻ്റെ സ്വഭാവം, ഒത്തുതീർപ്പിനുള്ള സാധ്യത എന്നിവ പരിഗണിച്ച് കോടതിക്ക് സ്വമേധയാ കേസ് ലോക അദാലത്തിലേക്ക് വിടാനും തീരുമാനിക്കാം. കേസിലെ ഏതെങ്കിലും ഒരു കക്ഷിക്കോ അല്ലെങ്കിൽ ഇരു കക്ഷികൾക്കും ഒരുമിച്ചോ കേസ് ലോക അദാലത്തിലൂടെ പരിഹരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനായുള്ള അപേക്ഷയും MACTയിൽ സമർപ്പിക്കാം. ഇനി MACTയിൽ ഒരു ക്ലെയിം കേസ് ഫയൽ ചെയ്യാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് നോക്കാം. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 166 അനുസരിച്ചുള്ള അപേക്ഷയാണ് നൽകേണ്ടത്. അതിൽ അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവരെക്കുറിച്ചും മരണപ്പെട്ടാൽ അതിനെക്കുറിച്ചുമൊക്കെ വിവരങ്ങൾ നൽകണം. ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയും രേഖപ്പെടുത്തണം. അപകടത്തെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRൻ്റെ പകർപ്പ്, സീൻ മഹസർ, ആക്സിഡൻറ്റ് സ്കെച്ച്, ഐ വിറ്റ്നസസ് ഡീറ്റെയിൽസ് തുടങ്ങിയവയും ആവശ്യമാണ്. പരിക്കേറ്റവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, ഡിസ്ചാർജ് റിപ്പോർട്ട്, മെഡിക്കൽ ബില്ലുകൾ, ഡോക്ടർ നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, മരണമടഞ്ഞ കേസിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവയും ആവശ്യമാണ്. കൂടാതെ മരണമടഞ്ഞ വ്യക്തിയുടെയോ പരിക്കേറ്റ വ്യക്തിയുടെയോ വരുമാനം തെളിയിക്കുന്ന രേഖകൾ, വാഹന രേഖകളായ RC ബുക്ക്, ഇൻഷുറൻസ് പോളിസി തുടങ്ങിയവയുടെ പകർപ്പുകൾ,
അപകടം നടന്ന സമയത്ത് വാഹനം ഓടിച്ച വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പകർപ്പ് തുടങ്ങിയവയും ആവശ്യമാണ്. മരണപ്പെട്ട ആളിൻ്റെ ബന്ധുക്കളാണ് കേസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. ഇനി നിങ്ങളുടെ കോമ്പൻസേഷൻ ക്ലെയിമുകൾ ഇൻഷുറൻസ് കമ്പനികൾ റിജക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായി, അപകട സമയത്ത് വാലിഡായ ഒരു ഇൻഷുറൻസ് പോളിസി ഇല്ല എന്നത് തന്നെയാണ് കാരണം. ഇൻഷുറൻസ് പോളിസികൾ പലതും അർദ്ധരാത്രി 12 മണിക്കായിരിക്കും എക്സ്പയർ ആവുന്നത്. അതുകൊണ്ട് അവസാന ഡേറ്റ് വരെ കാത്തിരിക്കാതെ അതിന് മുമ്പ് തന്നെ ഇൻഷുറൻസ് പുതുക്കേണ്ടതുണ്ട്. അടുത്തത്, അപകട സമയത്ത് ഡ്രൈവർമാർ മദ്യപിച്ചിരുന്നതായി ബോധ്യപ്പെട്ടാൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങളുടെ ക്ലെയിം നിരസിക്കും. പരിശോധനയിൽ വാഹനമോടിച്ചിരുന്ന ആളിൻ്റെ 100 മില്ലി ബ്ലഡിൽ 30 mg കൂടുതൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മതി. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 135 പ്രകാരം 6 മാസം തടവും 10,000 രൂപ പിഴയും കിട്ടാവുന്ന ഒരു ഒഫൻസാണിത്. ആവർത്തിച്ചുള്ള ഇത്തരം കുറ്റങ്ങൾക്ക് 2 വർഷം തടവും 15,000 രൂപ പിഴയും ചുമത്താവുന്നതാണ്. ഇനി ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന കേസുകളാണ്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച് അപകടമുണ്ടായാലും നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടാം. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 181 പ്രകാരം 5,000 രൂപ പിഴ കിട്ടാവുന്ന കുറ്റമാണ്. കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ആവശ്യമായ പെർമിറ്റ് ഇല്ലാതിരിക്കുക, അനുവദിക്കപ്പെട്ടതിലധികം ലോഡോ യാത്രക്കാരെയോ കയറ്റുക, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുക തുടങ്ങിയവയൊക്കെ നഷ്ടപരിഹാരം നിരസിക്കപ്പെടാനുള്ള കാരണങ്ങളാണ്. അപകടത്തിന് കാരണമായ വാഹനത്തിൻ്റെ മോഡിഫിക്കേഷൻസ്, റേസ് വാഹനങ്ങൾ റേസ് നടത്തിയാലുള്ള അപകടങ്ങൾ ഇവയും മറ്റ് കാരണങ്ങളാണ്. ഇനി അപകടത്തിന് കാരണക്കാരാകുന്ന ഡ്രൈവർമാർ നേരിടേണ്ടി വരുന്ന സിവിൽ, ക്രിമിനൽ കോടതി നടപടികളും ശിക്ഷാവിധികളും ഏതൊക്കെയെന്ന് നോക്കാം. MACT കേസുകളിൽ റെസ്പോണ്ടൻസ് 1 ഡ്രൈവറും 2 വാഹനം ഉടമയും 3 ഇൻഷുറൻസ് കമ്പനികളുമായിരിക്കും. റെസ്പോണ്ടൻറ്റ് നമ്പർ 1 ഡ്രൈവർ മതിയായ ലൈസൻസ് ഇല്ലാതെ വരികയും മദ്യപിച്ചും മനഃപൂർവ്വമായും മറ്റും അപകടം ഉണ്ടാക്കിയെന്ന് തെളിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ബാധ്യതയിൽ നിന്ന് ഒഴിയാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം റെസ്പോണ്ടൻസ് 1ഉം 2ഉമായ ഡ്രൈവർക്കും വാഹനം ഉടമയ്ക്കുമായിരിക്കും. കാരണം ഇൻഷുറൻസ് പോളിസികളിൽ വാഹനം ഓടിക്കുന്ന ആളിന് സാധുവായ ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മദ്യപിച്ചും മനഃപൂർവ്വമായും അപകടമുണ്ടാക്കുന്നതൊക്കെ പോളിസി വ്യവസ്ഥകളുടെ ലംഘനങ്ങളായി കണക്കാക്കും. ഇനി ക്രിമിനൽ കേസുകളിൽ പോലീസ് നൽകുന്ന ചാർജ് ഷീറ്റ് പ്രകാരം മജിസ്ട്രേറ്റ് കോടതികളാണ് ഡ്രൈവർമാർക്കെതിരെയുള്ള കേസുകൾ കേൾക്കുന്നത്. തുടർന്ന് കോടതിയിൽ ഹാജരായാൽ ഡ്രൈവർക്ക് സമൻസ് അയക്കുകയും ഹാജരായില്ലെങ്കിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. തെളിവുകൾ പരിശോധിച്ച് വാദങ്ങൾ കേട്ടതിന് ശേഷം മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും ഇല്ലെങ്കിൽ വെറുതെ വിടുകയും ചെയ്യും. ഇനി IPCയുടെ പുതിയ വെർഷനായ ഭാരതീയ ന്യായ സംഹിത BNSൽ ഇതിനുള്ള വകുപ്പുകളും ശിക്ഷകളും എന്തെന്ന് നോക്കാം. BNS സെക്ഷൻ 281 അനുസരിച്ച് ആൾക്കാരുടെ വ്യക്തിപരമായ സുരക്ഷിതത്വത്തിന് ഭീഷണിയായി വേഗതയിലോ അശ്രദ്ധമായോ പൊതുവഴിയിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ 3 മാസം തടവോ 2,500 രൂപ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും. BNS സെക്ഷൻസ് 125Aയും 125Bയും ഇങ്ങനെ വാഹനമോടിച്ച് പരിക്ക് പറ്റിയാലുള്ള അവസ്ഥയിലെ ശിക്ഷകളെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണ പരിക്കാണെങ്കിൽ 6 മാസം തടവോ 5,000 രൂപ പിഴയോ ഇവ രണ്ടും കൂടിയോ ആയിരിക്കും. അതേസമയം ഗുരുതരമായ പരിക്കാണ് അപകടത്തെ തുടർന്നുണ്ടായാൽ 3 വർഷം തടവോ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ആയിരിക്കും. ഇനി അപകടത്തെ തുടർന്ന് മരണം സംഭവിക്കുന്ന കേസുകളാണ്. ഇത് IPCയിൽ 304A ആയിരുന്നെങ്കിൽ BNSൽ സെക്ഷൻ 106(1) ആണ്. ഇത്തരം കേസുകളിൽ 5 വർഷം തടവും കോടതി നിശ്ചയിക്കുന്ന പിഴയും കൊടുക്കേണ്ടി വരും. മജിസ്ട്രേറ്റ് കോടതികളുടെ ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീലുകൾ പരിഗണിക്കുന്നത് അതാത് സെഷൻസ് കോടതികളായിരിക്കും. തുടർന്ന് ഹൈക്കോടതിയിലും അപ്പീൽ സമർപ്പിക്കാം. ഇനി വാഹനാപകടത്തിലെ നഷ്ടപരിഹാരത്തിന് MACTയിൽ ക്ലെയിം കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ടൈം ലിമിറ്റ് എന്താണെന്ന് നോക്കാം. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 പ്രകാരം അപകടം നടന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടതാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 173 അനുസരിച്ച് MACTയുടെ വിധിയിൽ ഏതെങ്കിലും കക്ഷികൾ തൃപ്തരല്ലെങ്കിൽ ആ വിധിക്കെതിരെ 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം. ഇനി നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞു നിർത്താം. അത് ഒരു റോഡ് അപകട കേസിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ എന്താണെന്നുള്ളതാണ്. മോട്ടോർ ആക്സിഡൻറ്റ് ട്രിബ്യൂണലുകൾ ന്യായമായ നഷ്ടപരിഹാരം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കാര്യം തീരുമാനിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിക്കോ മരണം സംഭവിച്ചാൽ ആശ്രിതർക്കോ ഉണ്ടായ യഥാർത്ഥ നഷ്ടം നികത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിലെ പ്രധാന മാനദണ്ഡങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് പരിക്കേറ്റ വ്യക്തിക്ക് ശാരീരികമായും മാനസികമായും അനുഭവിക്കേണ്ടി വന്ന വേദനയ്ക്കും കഷ്ടപ്പാടിനുമുള്ള പരിഹാരം. അടുത്തത് ഹോസ്പിറ്റൽ എക്സ്പെൻസസ്, മെഡിസിൻ, ഫിസിയോതെറാപ്പി, ഭാവിയിലെ ചികിത്സാ ചിലവുകൾ ഇവയെല്ലാം നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിൽ പരിഗണിക്കും. ലോസ് ഓഫ് ഏണിംഗ് ഡ്യൂറിംഗ് ട്രീറ്റ്മെൻറ്റ്, അപകടത്തിന് ശേഷമുള്ള വരുമാന നഷ്ടം. ലോസ് ഓഫ് ഫ്യൂച്ചർ ഏണിംഗ് കപ്പാസിറ്റി, ഭാവിയിൽ ജോലി ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഇവയും പരിഗണിക്കും. മരണപ്പെട്ട ആളിൻ്റെ പ്രായവും വരുമാനവും നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിലെ പ്രധാന ഘടകങ്ങളാണ്. പ്രായം കുറഞ്ഞൊരാൾ ശരാശരി ആയുർദൈർഘ്യം അനുസരിച്ച് ജീവിച്ചിരുന്നാൽ
ഉണ്ടാകാമായിരുന്ന വരുമാനം എത്രയെന്ന് കണക്കിലെടുക്കും. അത് ആ വ്യക്തിയുടെ പ്രൊഫഷനും വിദ്യാഭ്യാസത്തിനുമൊക്കെ അനുസരിച്ചായിരിക്കും. ഈ മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ച് ഓരോ കേസിൻ്റെയും പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് MACTകൾ ന്യായമായ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന റോഡപകട നിരക്കുകളെക്കുറിച്ചും വിവിധതരം വാഹന ഇൻഷുറൻസുകൾ, MACT കോടതികൾ, നഷ്ടപരിഹാരത്തിനാവശ്യമായ രേഖകൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഇതുവരെ പ്രതിപാദിച്ചത്. ഇനി പറയുന്ന കാര്യങ്ങൾ വാഹനമോടിക്കുന്നവർ ദയവായി ശ്രദ്ധിക്കുക. ശരിയായ വേഗതയിൽ വാഹനം ഓടിക്കുക. സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ധരിക്കുക. മദ്യപിച്ചും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചും വാഹനം ഒരിക്കലും ഓടിക്കാതിരിക്കുക. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. സുരക്ഷിതമായി യാത്ര ചെയ്യുക. വീട്ടിൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ കാത്തിരിക്കുന്നുവെന്ന് മാത്രം ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.